ഇന്ന് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ടെററിയോ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഫിഷ് ഒക്കെ ഇടുന്ന ഒരു ബൗളാണ്. ആ ബൗളിലേക്ക് ആദ്യമേ നമ്മൾ ചെറിയ ചരൽ പോലത്തെ കല്ലുകൾ ആദ്യമേ ഇട്ട് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ ബേസ് കോട്ടായിട്ട് നമ്മൾ ഇടുന്നത്. ഇനി അതിന് ശേഷം കരിയായിടുന്നത്. കരി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കരിയും കൂടെ ഇട്ട് പോവുകയാണ്. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ മണലാണ് ഇടുന്നത്. മണൽ ഒരു ബേസ് കോട്ട് പോലെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മണ്ണ്, ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടെ ചേർന്ന മിശ്രിതം അതിൻ്റെ മുകളിലായിട്ട് ടോപ്പിൽ ഇട്ട് കൊടുക്കുന്നു. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ച ഒരു ചെറിയ വീട് പോലെയുള്ളതാണ്. അതാണ് ഞാൻ ഈ വർഷം എടുക്കുന്നത്. അത് ഞാൻ ടെററിയത്തിനകത്തേക്ക് ഇറക്കി വെക്കുവാണ്. അതിനകത്ത് നമുക്ക് ഉണ്ണീശോനെ വെക്കാം. ഇനി ഞാൻ ഓരോ മോസ് എടുത്ത് വെക്കുവാണ്. ഇനി ഒരു ചെറിയ പാറ കഷ്ണം അത് വെച്ച് അതിനകത്തുനിന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എവിടെയാണ് വെക്കുന്നതെന്ന് ആദ്യമേ ഒരു കൺഫ്യൂഷനായിരുന്നു. എന്നാൽ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഫിക്സ് ആക്കി. ഇനി ആ പുൽക്കൂടിന് മുകളിൽ ഞാൻ നേരത്തെ വെച്ചിരുന്ന മോസ് ഉണങ്ങിപ്പോയി. എന്നാൽ ഈ മരത്തിലൊക്കെ നിൽക്കുന്ന വള്ളിപ്പടപ്പ് പോലെ കയറുന്ന ഒരു തരം മോസാണ്. ആ മോസും കൂടെ അതിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു ചെറിയ പ്ലാന്റ്, ആ പ്ലാന്റ് അതിൽ ഫിക്സ് ചെയ്യുന്നു. ആദ്യമേ ഞാനൊന്ന് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എന്നാൽ പിന്നെ അത് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ച് അത് ഫില്ല് ചെയ്യുന്നു. ഇനി ചിലപ്പോൾ ഈ വീടൊന്ന് എടുത്ത് വെച്ചിട്ട് ബാക്കി മോസ് വെച്ചിട്ട് വീടെടുത്ത് വെച്ചാലോ എന്ന് ഞാൻ ഓർത്തൊന്ന് എടുത്ത് നോക്കി. ചിലപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റ് ആ വീട് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ബാക്കിയുള്ള മോസൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാം. ഇനി അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് കുറച്ച് സാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഉണ്ണീശോയെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയെടുത്തതായിരുന്നു ഉണ്ണീശോയെ. ഉണ്ണീശോയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സാന്താക്ലോസിനെയും കൊണ്ട് നമ്മൾ വെക്കുന്നു. ഇനി 2 നക്ഷത്രവും കൂടെ ഞാൻ മുകളിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു കമ്പിൽ വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഒരു മരം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആദ്യമേ നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇതുപോലെ 2 നക്ഷത്രം 2 സൈഡിലായിട്ട് കൊടുത്തു.
ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ടെറേറിയത്തിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടിപ്പോയി ഒരു ബൗളൊക്കെ മേടിച്ചിട്ട് ഒരു ടെറേറിയം ഉണ്ടാക്കി നോക്കും. 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.